നവനീതം ഹോംലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതാണ് കേട്ടോ ആദ്യത്തെ കാഴ്ച. എൻ്റെയും ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ കാഴ്ച ഇതാണ്. കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഉള്ള ഒരു തുടക്കം കേട്ടോ. ഒരു ദിവസം ഞാൻ മിക്ക ദിവസങ്ങളിലും ഇറങ്ങി ഈ വയലിലോട്ടാണ് ആദ്യമേ വരാറ്. കാര്യം മടി കൂടാതെ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമുക്കൊരു ദിവസം ഉണ്ടാവില്ലേ ചെയ്തു തീർക്കാൻ. അപ്പോൾ മടിയില്ലാതെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വളരെയധികം സഹായിക്കുന്നൊരു കാര്യമാണിത് കേട്ടോ. ഈ ഒരു കാഴ്ച ഇത് കണ്ടോ, ഒരു മടിയില്ലാത്ത 2 പേര് രാവിലെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണല്ലേ, പ്രത്യേകിച്ച് ഈ മഞ്ഞ സമയത്ത്. ഇതൊക്കെ നല്ല ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. പിന്നെ നമുക്ക് മടിയില്ലാതിരിക്കാൻ ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ അത്രയും പോലും എന്താ പറയുക, ജീവിത സാഹചര്യങ്ങളില്ലാത്ത എത്രയോ പേര് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയത് വളരെ വലിയ ഭാഗ്യങ്ങളാണല്ലേ. കിടക്കാൻ വീടുണ്ട്, ധരിക്കാൻ ഇഷ്ടമുള്ള ഡ്രസ്സുണ്ട്, കഴിക്കാൻ ആവശ്യം പോലെ നമുക്കിഷ്ടമുള്ള ഭക്ഷണമുണ്ട്. ഇതൊക്കെ ഈശ്വരൻ നമുക്ക് കനിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരെ പറ്റി ചിന്തിക്കുമ്പോൾ മടിയൊക്കെ ഓടിച്ചാടി പോകും കേട്ടോ. അപ്പോൾ അതാ മടിയൊന്നും ഇല്ലാതെ നേരെ അടുക്കളയിലോട്ട്. ഇന്ന് ദോശയാണ് കേട്ടോ. കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ അരച്ച് മാവിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. മാവൊക്കെ അതാ പുളിച്ച സെറ്റായിരിപ്പുണ്ട്. കുറച്ച് മാവും കൂടെ അതിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരച്ച് ചേർക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വേറൊന്നുമല്ല, ഈ കറിവേപ്പില ഇഞ്ചിയൊക്കെ ദോശയിൽ ഇഡ്ഡലിയിലൊക്കെ കിടക്കുമ്പോൾ മോനത് പറക്കി മാറ്റി വയ്ക്കും. അപ്പോൾ ഇതാവുമ്പോൾ കഴിച്ചോളൂ, അതിൻ്റെ കൂടെ തന്നെ അങ്ങ് കഴിക്കുമല്ലോ. അയണിൻ്റെ കലവറയല്ലേ കറിവേപ്പില. ഇഞ്ചിയിൽ ആവശ്യം പോലെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉപ്പും കൂടെ ഇട്ട് മാവ് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ചുടുന്നുണ്ട്. സാമ്പാർ ഇന്നലത്തെയാണ് കേട്ടോ. ഞാൻ സാധാരണ ചൂടാക്കാറില്ല. ഒരു കറിയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഞാൻ അന്നത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മീനും ഇറച്ചിയാണ്. പക്ഷേ അത് ഫ്രിഡ്ജിൽ വെക്കാറില്ല. ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി വൈകുന്നേരം രാത്രി കിടക്കാൻ നേരം നല്ലോണം ഒന്ന് തിളപ്പിച്ച് വയ്ക്കും. എന്നിട്ട് രാവിലെ എടുത്ത് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഞാനങ്ങനെ ചെയ്യാറില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും, ജീവിത സാഹചര്യങ്ങളല്ലേ. അപ്പോൾ ദോശയും സാമ്പാറും ഒക്കെ ആയി ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഇഞ്ചിയാണ് ഇന്ന് ഇടുന്നത്. എന്നും ഇഞ്ചിയല്ല, പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കും, തുളസിയില ഇടും, പേരയില ഇടും. അങ്ങനെ മാറി മാറിയാണ് കേട്ടോ. കിടക്കട്ടെ, വെള്ളത്തിലും കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് അല്ലേ. അപ്പോൾ ടൊമാറ്റോ റൈസിനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ റൈസ് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു സലാഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വിളിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു പോത്ത് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് പോത്തും ടൊമാറ്റോ റൈസും ആക്കാം. റൈസിനുള്ള വെള്ളം വെച്ചു. കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കണം, അതൊക്കെ ചതച്ച് വെച്ചു. വെള്ളം തിളച്ചു, അരിയിട്ടു, ഉപ്പിട്ടു, അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധു വയലിൽ പോകുന്നുണ്ട്. സാധുവും ടീമും അവരൊക്കെ പോയി. അരി തിളച്ചു. അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചു, സവാള ഇട്ടു. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടിളക്കി വെച്ചു. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ചേർന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ചിലർ കുരുമുളക് പൊടി ഇടത്തില്ല, ഞാൻ ഇടും കേട്ടോ. എന്നിട്ട് ഊറ്റി വെച്ച ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ ഇതേപോലെ റൈസ് ഊറ്റാതെ വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഈ ആക്കിയ മസാലയിൽ വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഇട്ട് വേവിക്കുന്നവരുമുണ്ട്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മല്ലിയില, കറിവേപ്പില ഇത്രയും സാധനങ്ങളും കൂടെ ഇട്ടിട്ട് ഞാൻ അടച്ച് വയ്ക്കും. പിന്നെ വിളമ്പാൻ നേരമാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. പോത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് കഴുകി. അപ്പോൾ അതാ നോക്കിക്കേ എൻ്റെ അടുപ്പിൻ്റെ കോലം. ഇതൊക്കെ ഇനിയും കറിയും കൂടെ വച്ചിട്ട് വൃത്തിയാക്കാം. അപ്പോൾ പോത്തൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിയപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് കളറ് മാറണം. അതിന് ശേഷം വേണം സവാള ഇട്ട് കൊടുക്കാൻ. മിക്കവാറും എല്ലാവരും ബീഫിൽ അല്ലെങ്കിൽ പോത്തിൽ തേങ്ങാക്കൊത്ത് ഇട്ടാണ് വയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെയാണ് കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതാ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. സവാളയുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ഒരു അബദ്ധം പറ്റി, ചെറിയ ഉള്ളി അരിയാൻ വിട്ടുപോയി. അതും ഇപ്രാവശ്യം വാങ്ങിച്ച ഉള്ളി കുറച്ച് വലിപ്പമുള്ളതുമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വഴന്നു വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാല. ഇത്രയും മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. വേറെ ഒന്നും മസാലയ്ക്ക് ചേർക്കത്തില്ല. പക്ഷേ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കത്തില്ലേ, അതിൻ്റെ കൂടെ കറുകപ്പട്ടയും കൂടെ ചതച്ച് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഇളക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പോത്തിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, എനിക്ക് ചെറിയ കുക്കറായിപ്പോയി എടുത്തു വെച്ചത്. ഞാൻ എന്താലോചിച്ചുകൊണ്ടാണോ എന്തോ എടുത്തത്, മറന്നു പോയതാണോ ശ്രദ്ധിക്കാഴിയാണോ എന്തോ. എന്തായാലും ഞാൻ ഇളക്കി വെച്ചു. ഈശ്വരാ ദൈവമേ പൊട്ടിത്തെറിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അടച്ചു വെച്ചു. അപ്പോൾ വലിയ തീയിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ചെറിയ ഫ്ലെയിമിൽ 3 വിസിൽ കേട്ടിട്ടുണ്ട്. കറി ആയിട്ടുണ്ട്. എന്തായാലും പൊട്ടിത്തെറിച്ചില്ല. വിസിൽ വന്നു, കറി വെന്തു. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് വറ്റിക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ചുകൂടെ വറ്റിയ കറി റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഇതാണ് കേട്ടോ. ടൊമാറ്റോ റൈസും ബീഫും. സാലഡൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. കുറേ തുണിയൊക്കെ മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇടയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ അതാ റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുത്തു. ശർക്കരപ്പാനിയിൽ തേങ്ങ, ഏലക്ക, നെയ്യ്, ഒരു ഏത്തപ്പഴം കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് റാഗി കുറുക്കി വെച്ചത് അതിനെ ഒന്ന് എടുത്തിട്ട് വാഴയിലത ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് വെച്ചിട്ട് അതിനകത്ത് ഫില്ലിങ്സും കൂടെ വെച്ച് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഈ ഷേപ്പിലും പിന്നെ അതാ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നു. 4 മണിക്ക് പലഹാരം അവരത് കഴിച്ചു. എനിക്ക് ബീഫും ഇതും വാഴയ്ക്കപ്പവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് കഴിച്ചു. പിന്നെ ഇവരുടെ കാര്യങ്ങളാണ്. അവർക്ക് 2 പേർക്കും ചോറ് കൊടുത്തു. സാധുവിനെയും ഒക്കെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ ചേട്ടനപ്പുറത്ത്. ഇതെല്ലാം പറമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവർക്കെല്ലാം ചോറ് പറമ്പിലാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ മിറ്റം മുഴുക്ക വൃത്തിയേടാക്കും. അവിടെ കിടന്ന് ഓടി മറിഞ്ഞ് ഒരു രക്ഷയില്ലാതാക്കി കളയും കേട്ടോ. ഇത് ഇന്നലെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിക്കുകയാണ് കേട്ടോ. നോ കമാൻഡാണ്. കൈ ഇങ്ങനെ കാണിച്ചാൽ നോ, അത് വാങ്ങിക്കരുതെന്നാണ് അവർക്കറിയാം. അത് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്കറിയാം. യെസ് കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നു. ഇത് ഫീമെയിലാണ് കേട്ടോ. അവൾ വെയിറ്റ് ചെയ്യാണ്. നോ പറഞ്ഞിരുത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫുഡ് നീട്ടിയാലും അവർ വാങ്ങിക്കത്തില്ല. നമ്മൾ യെസ് പറയുന്നവരെ അവർ വെയിറ്റ് ചെയ്യും. ഇത് മെയിലാണ്. ഞാൻ യെസ് കമാൻഡ് പറയാൻ വേണ്ടി അവൻ എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. യെസ് പറഞ്ഞപ്പോൾ അവൻ വാങ്ങി കഴിച്ചു. ഇത് ചെറിയ ആൾ ചിപ്രു ഡോഗീസിനെയൊക്കെ ഇടിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ കുളിപ്പിച്ച് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ മിറ്റമൊക്കെ തൂത്തു. അതിനുശേഷം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഉള്ള വിശേഷങ്ങൾ സന്ധ്യ വരെ ഉള്ളത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.